Hello everyone. Let's continue with our data warehouse section of module 1. Okay, yesterday we had looked at a lot of introductory concepts of data warehousing. In the if you remember the three-tier architecture, at lowest level data warehouse and the mullatte level data warehouse model in server, OLAP server. Okay, so ഈ മോഡൽ ചെയ്യുന്നത് ഡേറ്റ വെയർഹൗസിനെ ഏത് രീതിയിലാണ് മോഡൽ ചെയ്യുന്നത്, അതിന്റെ സ്കീമ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് we are going to discuss data cube and then we will discuss OLAP. Okay, OLAP probably tomorrow. Today we are going to discuss the different schemas and the different ways in which the schemas are going to be stored. Okay, so let's look at first data cube. എന്താണ് data cube? Earlier first module ആദ്യ ഭാഗങ്ങളിൽ ഞാൻ data cube ഒരു എക്സാമ്പിൾ കാണിച്ചായിരുന്നു. And I told you that there are dimensions and ആ ഓരോ dimensionsലാണ് cube നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. Okay, so ഒരു data cube നമ്മൾ കാണുന്ന x axis, y axis, z axis ആണ് dimensions എന്ന് പറയുന്നത്. And I told you earlier itself that is the attributes. ഏത് സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണോ ഡേറ്റ ക്യൂബ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ആ സബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ഓരോ ഡയമെൻഷനിലും ഉള്ളത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽസ് ആയിരുന്നു. സോ ദ സബ്ജക്ട് ഓർ ദി എൻറ്റിറ്റി ഓൺ വിച്ച് the dimension was organized was sales. Okay, അതിന്റെ ഡയമെൻഷൻസ് ആയിട്ട് ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ കണ്ടത് ടൈം, ഐറ്റം, ബ്രാഞ്ച് ആൻഡ് ലൊക്കേഷൻ ആയിരുന്നു. ഓക്കെ, സോ ഈ ഓരോ ഡയമെൻഷനിലേക്കും നമുക്ക് ഇൻ ദ കേസ് ഓഫ് ദി ആക്ച്വൽ ഓർഗനൈസേഷൻ ഓരോ ഡയമെൻഷനും ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ ഡയമെൻഷന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ടേബിളിലായിരിക്കും ഉണ്ടാവുക. Okay, so a data cube is a multi-dimensional data model defined by two things. One, dimensions and facts. Facts എന്താന്നുള്ളത് ഞാൻ we will come to. Now, dimensions നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഏതാണോ attributes of the particular subject. So dimensions are entities with respect to which an organization wants to keep records. For example, data warehouse sales ne kurichaanengil ainde dimensions are time, item, branch and location, and each dimension has got a corresponding dimension table with attributes describing the dimension. ആ dimension time ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ടൈമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഈ ഡയമെൻഷൻ ടേബിളിൽ ഉള്ളത്. ഐറ്റം ആണ് നമുക്കുള്ളതെങ്കിൽ ഐറ്റം നെയിം, ഐറ്റത്തിന്റെ ബ്രാൻഡ്, ഐറ്റം ടൈപ്പ്, അങ്ങനത്തെ പല കാര്യം ഐറ്റമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ആ ടേബിളിൽ ഉള്ളത്. ഓക്കെ, നൗ അപ്പോ നമ്മള് ഓക്കെ, സോ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഡയമെൻഷൻ വ്യൂ ഓഫ് ദ സെയിൽസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ട്സും കൂടെ പറഞ്ഞിട്ട് ഈ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താണ് ഫാക്ട് ടേബിൾ? ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ദി ആക്ച്വൽ വാല്യൂസ് ദാറ്റ് ആർ ദെയർ, ദി ആക്ച്വൽ വാല്യൂസ് ദാറ്റ് ആർ ദെയർ ഇൻ ദി ക്യൂബ്. ആ ഓരോ സെല്ലിലുള്ള ആക്ച്വൽ വാല്യൂസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും earlier we had looked at an example, sales inde amount, dollars sold ആയിരുന്നു ആ ഓരോ സ്പേസിലും ഡേറ്റ ക്യൂബിൽ വാല്യൂ ആയിട്ടുണ്ടായിരുന്നു. അതാണ് ആ പർട്ടിക്കുലർ ക്യൂബിലെ ഫാക്ട്. ഇനി സെയിൽസ് മാത്രമായിരിക്കണം എന്നില്ല, എത്ര യൂണിറ്റ്സ് സെല് ചെയ്തു, ഒരു ഐറ്റത്തിന്റെ എത്ര യൂണിറ്റ് സെല് ചെയ്തു, 10 എണ്ണം സെല് ചെയ്തോ, 1000 എണ്ണം സെല് ചെയ്തോ, 1,00,000 സെല് ചെയ്തോ, അങ്ങനത്തെ കാര്യം. ബഡ്ജറ്റ് എത്രയായിരുന്നു ആ പർട്ടിക്കുലർ ഐറ്റത്തിന് ബഡ്ജറ്റ് ആയിട്ട് വെച്ചിരുന്നത്, എമൗണ്ട്. ഓക്കെ, സോ അങ്ങനെ പല ന്യൂമറിക് മെഷേഴ്സ് ആണ്, നമ്പർ വാല്യൂസ് ആണ് ശരിക്കും നമുക്ക് ഫാക്ട് ആയിട്ട് ഉള്ളത്. സോ ദ ഫാക്ട് ടേബിൾ is the representation of the theme around which a multi-dimensional data model is organized.
Okay, our sales base ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ ക്യൂബ് മോഡൽ ചെയ്തിരിക്കുന്നതെങ്കിൽ സെയിൽസിന്റെ പലതരം വാല്യൂസ് ആയിരിക്കും ഈ ഫാക്ട് ടേബിളിൽ ഉള്ളത്. ഓക്കെ, ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും? നെയിംസ് ഓഫ് ദ ഫാക്ട്സ് ഉണ്ടാവും, ഓരോ ഫാക്ടിലേക്കുള്ള കീസ് ടു ദ കറസ്പോണ്ടിങ് ഡയമെൻഷൻ ടേബിളും ഉണ്ടാവും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും ഫാക്ട് ടേബിൾ. ഓരോ ഡയമെൻഷനിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഫാക്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ ഫാക്റ്റും ഉണ്ടാവും, ഡയമെൻഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന കീസും ഉണ്ടാവും. Okay, and as I told you earlier, the facts are numbers. ആ സെല്ലുകളിൽ ഉള്ളത് ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. സോ എത്ര ഡോളേഴ്സിന് സെല് ചെയ്തു, എത്ര യൂണിറ്റ് സെല് ചെയ്തു, എമൗണ്ട് ബഡ്ജറ്റ് ചെയ്തിരുന്ന എത്രയാണ്, അങ്ങനത്തെ പലതരം ഡീറ്റെയിൽസ് ആണ് ഫാക്ട്സിൽ ഉണ്ടാവുക. Now let's look at an example of two-dimensional. Here in the two-dimensional, if we are just representing two dimensions, then here we can see for one location, okay, the time and item are the dimensions, and the facts is, see over here at the bottom, you can see that the measure that is displayed is dollars sold in thousands. So for home entertainment, $605,000 in the first quarter was sold. In computer, $825,000 was sold in the first quarter. Like that, each amount is given. In this, these amounts, this dollars sold amounts in thousands is the fact, and time and item are the dimensions. Okay, now if there is a third dimension, that is several locations are also added, then this is how we will have the cube. Okay, now for the easiness of view, it is represented as a table, but it will be a cube. Okay, so here now there are several dimensions. So now the dimensions are several locations. So now there are three dimensions: time, item, and a location dimension. So for each location, there is a time and an item. And here also, dollars sold in thousands is the fact. Okay, and this is how it will actually be represented as a cube. This we have seen earlier. Okay, so the item and time is the X and the Y dimension, and location is the third dimension, Z dimension. Each cell has got the dollars in sold in thousands. Okay, now if we have a fourth dimension, then a single cube will not be enough. A collection of cubes or a lattice will be used to represent a fourth dimension. Okay, so if we want to show the fourth dimension supplier for different suppliers, supplier 1, there will be a data cube, another cube for supplier 2, another cube for supplier 3. Okay, this is how we will be having a fourth dimension represented in a data cube. Okay, now let's look at a lattice. As I told you earlier, it is a collection of data cubes. A data cube is referred to as a cuboid, and a lattice is simply for every subset of all the dimensions. So if I have 4 dimensions, then there will be a cuboid representation for each single dimension, for 2-dimension sets, for 3-dimension sets, and for all the 4 dimensions, there will be a cuboid representation. And all of them put together, linked together, is called a lattice. Okay, now even though it is called a lattice and it is a collection of data cubes, it is also an architecture of a data cube. So a lattice of cuboids is also called a data cube. Okay, so let's just look at what a lattice looks like. See, over here, assume that we want to represent 4 dimensions. Over here, every single data is there in this particular location. Dimension is there in this particular location, and then from them we at every single dimension has a single cuboid. So this will simply be an array. Okay, time, item, location, supplier, separate cuboids, and then we are going to combine the single cuboids with another dimension for the second cuboid. So time is
linked with item, location, and supplier. Item is clubbed with time, location, and supplier. Location is clubbed with time, with item, and with supplier. Supplier is connected with time, item, and location. Okay, so all two sets of two have been represented in this stage of the 2D cuboid. In the next one, it is each two dimension will be clubbed with the third one. So time and item is already over here. So it is clubbed with location, and time and item is clubbed with supplier. Okay, then we have time and supplier, sorry, not time and item. And then we have time and supplier, which is clubbed with location, and it is clubbed with item. So we have got all the combinations: time, item, location, time, item, supplier, time, location, supplier, item, location, supplier. So all the three sets are there in this level, and a single. If you club all the four dimensions, you have the highest level of cuboid, 4D cuboid. In 0, each individual value is there. In 1, all the individual values are clubbed into one dimension. In the second layer, two-dimensional cuboids are created by clubbing time and item, time and location, time and supplier, item and location, item and supplier, location and supplier. Okay, and then we have time and item is clubbed with time, item, and location, time, item, and supplier, and then we have item, location, and supplier, and time, location, and supplier. So all the three sets are also there in 3D. And in the 4-dimension cuboid, all the elements are there. Okay, and there is a connection to all of these things, and this is called a lattice. Okay, this is also a data cube model. Now let's look at the actual schema. You know, the database, they are stored in forms of tables, and with primary keys, they are connected. Okay, that is what we looked at so far. Now, how to build a schema for a data cube, not database, for a data cube. Okay, so we know that the multidimensional model is a data cube. So how do we create a schema for this data cube? It can be done in 3 ways: star schema, snowflake schema, and fact constellation schema. Okay, I've already told you the basic details of what a dimension is and what a fact is, what are fact tables, etc. We are going to look at the star schema now. In the star schema, the data warehouse contains the fact table and the dimension table. The fact table will be the central element. And from the fact table, I told you in the fact table, we have got the keys to, there is the link to the dimension tables and the actual facts. Okay, so this is how it looks. See, the fact table, this is the fact table. We have got 4 dimensions: time, item, branch, and location. So there is a time, there is a link to the primary key of the timetable. That is the dimension time, item, branch, and location. And the facts are dollars sold and units sold. This is a star schema. Okay. Now, this graph resembles a starburst. So the fact table is in the center, and radiating out of it are the dimensions. Okay. Now let's look at the snowflake schema. In the snowflake schema, there is a single fact table and there are connections to the dimension tables, but the dimension tables are once more normalized to reduce the number of redundancy in the dimension table. Okay, so we will have additional tables connected to different dimension tables.
Okay, problem with this is that it sometimes reduces the effectiveness of the searching, the browsing, retrieving the data. So it is not as popular as the star schema, but the schema is there. Okay, see over here we can see that the item table has got another. Earlier the item table had supplier type in this itself. Okay, now a new table has been created for supplier, and supplier key is over here, and supplier type is being stored in another table. Similarly, for location, earlier we had city, province, and country in the same location table. Okay, but as we know, this can be repeated for most of the locations. That is why another table is being created for called city, and the city key is being put in the location table, and this has got the city, province, and state. This to reduce redundancy. Okay, this type is not used very much in the actual architecture. Star is preferred, but the schema is available. Now, next is fact constellation. Okay, now the star and the constellation snowflake schema is usually used for data marts. Okay, whereas in an enterprise data warehouse, the fact constellation schema will be used because there are multiple fact tables, not a single fact table. A data mart is normally built around one subject, so the single fact table is enough. But in the case of an enterprise data warehouse, as we discussed in yesterday's lesson, നമുക്ക് ഒരു fact table ആയിരിക്കത്തില്ല, പല subjects club ചെയ്തിട്ടായിരിക്കാം ഒരു enterprise data warehouse create ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല fact tableകൾ ആവശ്യമാണ്. അങ്ങനെ പല fact table ഉണ്ടായി കഴിഞ്ഞാൽ collection of stars and collection of snowflakes on. This is also called a galaxy schema or a fact constellation schema, and it looks like this. Okay, so ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിന്റെ ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്, അതേപോലെ ഷിപ്പിംഗ് ഫാക്ട് ടേബിളും ഉണ്ട്. ഈ സെയിൽസ് ഫാക്ട് ടേബിളും ഷിപ്പിംഗ് ഫാക്ട് ടേബിൾ രണ്ടിലും ഷെയർ ചെയ്യുന്ന ഡയമെൻഷൻസ് ആണ് ഐറ്റമും ടൈമും ലൊക്കേഷനും. ബിക്കോസ് ഷിപ്പ് ചെയ്യേണ്ടത് ഏത് ലൊക്കേഷനിൽ നിന്നും, from which location and to which location ആവശ്യമുണ്ട്. ഇത് രണ്ടും സ്റ്റോർ ചെയ്തിരിക്കുന്ന ആക്ച്വൽ വാല്യൂസ് will be stored in the location table. So അതിലേക്ക് രണ്ടിലേക്കും കണക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഏത് ഐറ്റം ആണ്, ഏത് സമയത്താണ്, ഏത് ഷിപ്പർ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, ഷിപ്പർ കീ. അങ്ങനെ ഷിപ്പർ ടേബിളും കൂടെ ഡയമെൻഷൻ ഷിപ്പിംഗ് ഫാക്ട് ടേബിളിന് ഉണ്ട്. അങ്ങനെ a collection of fact tables and dimension tables, and several dimension tables are reused by different fact tables. Okay, ഇതിനെയാണ് fact constellation schema അല്ലെങ്കിൽ galaxy schema എന്ന് പറയുന്നത്. And this is normally used with data warehouse, enterprise warehouse than data mart. Now ഈ പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഡേറ്റാ വെയർഹൗസും ഡേറ്റാ മാർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. ഡേറ്റാ വെയർഹൗസിൽ പല സബ്ജക്ട്സ് ഉണ്ടാവും ബിക്കോസ് ഇറ്റ് സ്പാൻസ് ദി ഹോൾ ഓർഗനൈസേഷൻ. എന്നാൽ ഡേറ്റാ മാർട്ട് സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് സബ്സെറ്റിന് വേണ്ടി ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നോർമലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡേറ്റാ വെയർഹൗസിന്റെ നോർമൽ സ്കീമ ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ ആയിരിക്കും ബിക്കോസ് ദർ ആർ മൾട്ടിപ്പിൾ ഇന്റർറിലേറ്റഡ് സബ്ജക്ട്സ്. വെറാസ് ഡേറ്റാ മാർട്ടിൽ സ്റ്റാറോ സ്നോഫ്ലേക്കോ യൂസ് ചെയ്യാനായിട്ട് പറ്റും ബിക്കോസ് നോർമലി ഇറ്റ് ഇസ് മോഡൽഡ് ഓൺ എ സിംഗിൾ സബ്ജക്ട്. ഓക്കെ, ഇനി ഇത് വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയതാണ് ഡയമെൻഷൻസിന്റെ കോൺസെപ്റ്റ് ഹൈറാർക്കീസ്. ഒരു ഡയമെൻഷൻ ഞാൻ എടുത്തു, ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഗ്രാനുലാരിറ്റിയിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കുറെ സിറ്റീസ് ഉണ്ടാവും. ഈ സിറ്റീസ് എല്ലാത്തിനെയും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഒരു പ്രൊവിൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാവാം. ഓക്കെ, സ്റ്റേറ്റ്സ് പലതുണ്ടാവും. സ്റ്റേറ്റ്സിനെ ക്ലബ് ചെയ്തിട്ടാണ് ഒരു കൺട്രി ഉണ്ടാവും. കൺട്രി പലതുണ്ടാവും. അതിനെ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ലൊക്കേഷൻസ് ഉണ്ടാവുക. ഓക്കെ, സപ്പോസിങ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഹൈറാർക്കി, നമ്മുടെ സ്കീമയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഹൈറാർക്കിയിൽ കൺട്രിയും പ്രൊവിൻസും സിറ്റിയും വരെയുള്ള ഡെപ്തേ ഉള്ളെങ്കിൽ ഇനി ഈ സിറ്റിക്കകത്ത് ഓരോ ഹൗസ് അല്ലെങ്കിൽ ഓരോ സ്ട്രീറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പറ്റത്തില്ല ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ വെയർഹൗസ്.
query ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്യുമ്പോൾ സിറ്റി വരെ ഡ്രിൽ ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ആ രീതിയിലാണ് നമ്മൾ കോൺസെപ്റ്റ് ഹൈറാർക്കി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ കോൺസെപ്റ്റ് ഹൈറാർക്കി ഡിഫൈൻസ് the sequence of mapping from a set of low level concepts, so e case is city, to higher level concepts and more general concepts. Appo city aanu lowest level, ainte molathe level aanu province or state, ainte molathe level aanu country. Okay, idana oru concept hierarchy oru dimension e base cheyidittu. Ini ഈ ഡൈമെൻഷൻസിനെ കാണിക്കാനായിട്ടും സ്കീമാസ് ഉണ്ട്. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്കീമയാണുള്ളത്. ഒന്ന് ഹൈറാർക്കി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ലോവസ്റ്റ് ലെവലിൽ നിന്ന് ഹയസ്റ്റ് ലെവൽ വരെ ആരോ വെച്ച് കാണിക്കാം. അതല്ലെങ്കിൽ ഇതും നമുക്ക് ലാറ്റിസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ രണ്ടിന്റെയും എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഹൈറാർക്കി സ്ട്രക്ചർ ഫോർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ വെയർഹൗസ് ഡൈമെൻഷൻ ഈസ് ഷോൺ ഫോർ ലൊക്കേഷൻ. ഇപ്പൊ ലോവസ്റ്റ് ലെവൽ സ്ട്രീറ്റ് ആണ്, അതിന്റെ മുകളിലത്തെ ലെവൽ സിറ്റി, അതിന്റെ മുകളിലത്തെ ലെവൽ പ്രൊവിൻസ് ഓർ സ്റ്റേറ്റ്, അതിന്റെ മുകളിലത്തെ ലെവൽ കൺട്രി. അപ്പൊ ഇത്രയും ലെവൽസിലേക്ക് നമുക്ക് ഡ്രിൽ ഡൗൺ ഓർ റോൾ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. I hope you remember what drill down and roll up is. We will be discussing it again in tomorrow's class, but I've already discussed this at the beginning of this module. Okay, now second one is D is a lattice. It is for time. Appam ee same karyam time ne represent cheyanante rendu reethi represent cheyanayittu pattum. Onnengil time ne day, lowest day aanu rendinum, pinne month, quarter, year. Okay, appo month wise data kittam, quarterly data kittam, and year wise data namukku kittam. Or day, week എന്നിട്ട് നേരെ year ആ. Okay, കാരണം month ഇവിടെ ഉണ്ട്, quarters ഇവിടെ ഉണ്ട്. Okay, ഇനി ബാക്കിയുള്ളത് week wise കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫോമാറ്റിൽ പോയാലും കിട്ടും. സോ ആക്ച്വലി ഇവിടെ ഡേ, വീക്ക്, മന്ത്, ക്വാർട്ടർ, ഇയർ ഡേറ്റ ഉണ്ട്. Okay, so this is the way in which lattices can be drawn to show the hierarchy, dimension hierarchy, concept hierarchy. Okay, ini ഇതേപോലെ തന്നെ സിംഗിൾ വാല്യൂസെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദോസ് ആർ കോൾഡ് സെറ്റ് ഗ്രൂപ്പ്സ്. ഇത് നോർമലി ന്യൂമറിക് വാല്യൂസ് ഉള്ള ഏതെങ്കിലും ഒക്കെ ഡേറ്റയ്ക്കായിരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രൈസിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിന്റെ ലെവലാണ്. 0 to 100, 100 to 200, 200 to 300, up to 1000. അത് കഴിഞ്ഞ് മുകളിൽ 200 റേഞ്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. 0 to 200, 200 to 400, 400 to 600, 600 to 800, 800 to 1000. പിന്നെ അതിന്റെ മുകളിൽ കാണിച്ചിരിക്കുന്നത് 1000ന്റെ റേഞ്ച് ആണ്. സോ ഈ ഇത്രയും ലെവൽസിലേക്കായിരിക്കും നമുക്ക് ഡ്രിൽ ഡൗൺ അല്ലെങ്കിൽ റോൾ അപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഹൈറാർക്കി ഡിസൈൻ ചെയ്ത് ജസ്റ്റ് ലൈക്ക് ലിമിറ്റേഷൻസ് നമ്മൾ ഡേറ്റാ ബേസിൽ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത് പോലെ തന്നെയാണ് കോൺസെപ്റ്റ് ഹൈറാർക്കീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതേ ബേസ് ചെയ്തിട്ടാണ് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് അനലൈസ് ചെയ്യാം, ഏത് ഡെപ്തിൽ അനലൈസ് ചെയ്യാം എന്ന് എനിക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് topic is measures, which we will be doing in tomorrow's lesson. If you have any doubts, please feel free to ask me. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കണ്ട. Thank you. We'll continue in tomorrow's class. Bye.